അങ്ങനെ നമ്മൾ കമ്പത്തോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ചാണകപ്പൊടി എടുക്കാനായിട്ട് പോവാം. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ വന്ന് നമ്മൾ ചാണകപ്പൊടിയെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 ട്രിപ്പ് കയറ്റാനുണ്ട്. ഇത് KK-പെട്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. KK-പെട്ടി കമ്പത്തുനിന്നൊരു 3.5-4 കിലോമീറ്ററോളം ഉണ്ട്. അങ്ങനെ നമ്മൾ ലോഡ് കയറ്റിക്കൊണ്ടിരുന്നപ്പം അവിടെ ഒരു ഫയർഫോഴ്സിൻ്റെ വണ്ടി വന്ന് കിടക്കുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. ഇവിടെ ഒന്നും ഒരു തീപിടുത്തം ഉണ്ടായിട്ടുമില്ല, ഒന്നുമില്ല. അവർ വഴിതെറ്റി വന്നാന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ, ഈ പോകുന്ന വണ്ടി ഇത് മുന്തിരിത്തോട്ടത്തിലോട്ട് പോകുന്ന കേട്ടോ. മുന്തിരി എടുക്കാനായിട്ട് അകത്തോട്ട് ഇഷ്ടംപോലെ മുന്തിരിത്തോട്ടമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ലോഡ് കയറ്റി വരാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ. ഇവിടെയുള്ള മെയിൻ കൃഷി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തെല്ലാം മുന്തിരിയും തെങ്ങുമാണ് കൂടുതലുള്ളത്. നമ്മുടെ അണ്ണൻ്റെ വീട്ടിലെ പട്ടിയാണ് കേട്ടോ. കറുവായ എന്നാണ് പേര്. കറുവായ കറുത്തിരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പേരിട്ടേക്കുന്നത്. ഇതിനകത്ത് ആട്ടുംകാട്ടം, ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക് എല്ലാം കൂടെ മൊത്തം മിക്സാക്കി കെട്ടിയാണ് വെച്ചേക്കുന്നത്. 2 തോട്ടത്തിലോട്ടുള്ള സാധനമാണ്. നമുക്കും ഒരു ലോഡ് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് പോയി ഇതെല്ലാം ഇറക്കിയിട്ട് വന്നിട്ട് വേണം അടുത്ത ആഴ്ച നമുക്ക് ഒരു ലോഡ് എടുത്തുകൊണ്ട് പോകാൻ. ഇത് കണ്ടോ, തേങ്ങ പൊതിച്ച് കഴിഞ്ഞാൽ ചകിരിയായിട്ട് മൊത്തം തൊണ്ട് കംപ്ലീറ്റ് കയറ്റി വലിയ ഒരു ഹൈറ്റിൽ അതിനുവേണ്ടി തന്നെ പണിതേക്കുന്നൊരു വണ്ടിയാണ്. ഇത്ര ഹൈറ്റിൽ 2 സൈഡിലും പെട്ടിയെല്ലാം അടിച്ച് നല്ല സെറ്റാക്കി അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നു. ഇതിനകത്തൊരു തേങ്ങാട്ടിയുണ്ട്, അവിടുത്തെ വണ്ടിയാണ്. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണെങ്കിലും ഇവരുടെ കൃഷി രീതി നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ് കേട്ടോ. ഇവർ തെങ്ങും തോട്ടം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തെങ്ങും തോട്ടം. തെങ്ങ് അതിൻ്റെ ആദായം മാക്സിമം ഒരു 10 വർഷം കൊണ്ട് കായ്പ്പിച്ച് അതിൻ്റെ ആദായം എടുത്തിട്ട് അവർ അടുത്ത തെങ്ങ് ഇത് പോകാറാകുമ്പോഴത്തേക്കിനും അടുത്ത തെങ്ങ് അതിൻ്റെ ചോട്ടിൽ കയറി വരും. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ രീതിയിൽ ഇപ്പോഴാണെന്നും പറയുമ്പോൾ ഇത് വെല്ലിച്ചൻ വെച്ച തെങ്ങ എന്ന് പറയുന്നല്ലാതെ അതിനെ ഒരു മെയിൻ്റെനൻസ് ചെയ്യാൻ പോലും നോക്കത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങയിലൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി കായ്ഫലമാണ്. ഇഷ്ടം പോലെ തേങ്ങ, അതുപോലെ തന്നെ നല്ല അടിപൊളി തോട്ടം, നല്ലപോലെ പണി ചെയ്ത് നല്ല റെഡിയാക്കി നല്ല സെറ്റാക്കിയിട്ടേക്കുന്നത്. തെങ്ങിൻ്റെ ഇടയെല്ലാം കിളച്ച് നല്ല സൂപ്പറാക്കിയിട്ടേക്കുക. വളവും വെള്ളമൊക്കെ ഇഷ്ടംപോലെ കൊടുത്ത് നല്ല രീതിയിലാണ് പരിപാലിക്കുന്നത്. അതിൻ്റേതായ മെച്ചം അവർക്കുണ്ട് കേട്ടോ. നല്ല പുരോഗതിയുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ലോഡ് കയറ്റി തീർന്നു. ഇനി ഒരു ലോഡിനുള്ള ഇവിടെ ബാക്കിയിരിപ്പുണ്ട്. കട്ടിയെല്ലാം നല്ലപോലൊക്കെ എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, പോയാൽ മതി. അപ്പോൾ നമ്മൾ പുറപ്പെടുകയാണ്. നമ്മൾ അവിടെ നിന്ന് വന്ന് നമ്മൾ കമ്പം വരെ എത്തി കേട്ടോ. കമ്പത്ത് വന്നപ്പോഴത്തേക്കിനും കൂടെ വന്നവർക്കൊക്കെ വിശക്കുന്നു. ലോഡിങ്ങൊക്കെ കഴിഞ്ഞ് വന്നല്ലേ. അപ്പം ഇവിടുത്തെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചായക്കടയാണെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ വന്ന് നമ്മളും വന്നൊരു ചായക്കട വന്ന് ചായ കുടിക്കാനായിട്ട് കയറി. ചായ കുടിക്കാൻ കയറിയപ്പോഴേ ഇഷ്ടം പോലെ കടികളായിരിക്കണം. ഇവിടെ എല്ലാവരും ഇങ്ങനെ മൊത്തം കടികളെല്ലാം വാരി സൂപ്പർ നല്ല അടിപൊളി ചായ. ഇന്നത്തെ ചായക്കടയിലെ തിരക്കാണ്. തിരക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. ഞാനും ഒരു ഉഴുന്നുവടയും ഒരു സമൂസയും. സമൂസയും നല്ല ടേസ്റ്റായിരുന്നു. ഉഴുന്നുവടയ്ക്കകത്താണെങ്കിൽ കുരുമുളക് കിട്ടുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ കുരുമുളക് കടിക്കും. അതൊന്നും നല്ല രസമാണ്. നമ്മൾ കമ്പം വിട്ടു അടിവാരമായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ലോഡുമായിട്ട് ശാന്തിപുരം വന്നു കേട്ടോ. അവിടെ കൊണ്ട് ലോഡെല്ലാം ഇറക്കി എല്ലാം അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ലോഡിന് പോകുന്നു. ലോഡ് കയറ്റി മേലോട്ട് വരുമായിരുന്നു കേട്ടോ. ഈ വഴി കംപ്ലീറ്റ് ഫുള്ള് പോയി കിടക്കാം. ഭയങ്കര ബ്ലോക്ക് വഴി. 2 റോഡ് ടൂറിസ്റ്റ് ബസ്സുകൾ ഇറങ്ങി വരുന്നു. വഴി ഫുള്ള് പോയി കിടക്കുന്നു. ഇവർക്കൊരു കുഴപ്പമില്ല കേട്ടോ. ഇവരിവിടെ സ്ഥിരമായിട്ടിരിപ്പുണ്ട്. വണ്ടികൾ ഫുൾ ബ്ലോക്കായിട്ട് നിൽക്കുന്നു. മേളിൽ നിന്നൊരു ടൂറിസ്റ്റ് ബസ് ഇറങ്ങി വരുന്നതാണെന്ന് തോന്നുന്നു. നമ്മൾ മുമ്പേ വന്നപ്പോൾ നമുക്കും പണിയിട്ട് നമ്മുടെ വണ്ടിയുടെ ഗിയറിൻ്റെ കേബിളുണ്ട്. ഗിയർ കേബിളിൻ്റെ ഒരു ലോക്കുണ്ട്. അത് ലോക്ക് പോയിട്ട് ഇതുപോലെ കറക്റ്റ് ആ ലോറി കിടക്കുന്നിടത്ത് വന്നപ്പോൾ മൊത്തം പ്രശ്നമായി. ഗിയർ വീഴുകയില്ല, ഒരു രക്ഷയില്ല. ഒരു തരത്തിൽ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയത്. വലിയൊരു ടൂറിസ്റ്റ് ബസ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അത് ഇറങ്ങി വരാനുള്ള ഇടയില്ല, അതുകൊണ്ടാണ് ബ്ലോക്കായി നിൽക്കുന്നത്. ബ്ലോക്കായി നിൽക്കുന്നത്. ലോറി റിവേഴ്സ് വരുന്നു. എന്നാലും പാസ്സായി പോകാനുള്ള ഇടം. ഇത്രയും വഴിയെല്ലാം മോശമായി കിടന്നിട്ട് ഈ ശബരിമല സീസൺ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വണ്ടി
വണ്ടിയുടെ തിരക്കാവും. അതിന് മുന്നേ ഇവിടെയൊക്കെ റെഡി ആക്കുമായിരിക്കും. ഭയങ്കര കുഴിയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒലഞ്ഞാണ് വണ്ടി വരുന്നത്. സസ്പെൻഷൻ ബസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടമാനം ഉടയുന്നു. മഴക്കാലം ആയിരുന്നുകൊണ്ട് ഫുള്ള് വഴി പോയി. ഇനി ഒന്നേന്ന് റെഡിയാക്കി എടുക്കണം. ടയറിനടിയിൽ കല്ലിട്ട് കൊടുത്തിട്ടാണ് ലെവൽ ചെയ്ത് വണ്ടി കൊണ്ടുവരുന്നത്. താമരശ്ശേരി ചുരം. ரசாயனமாக தண்ணி உள்ளே சப்ளை ஆகுதா? ஒரு இடத்துல மட்டும் இதாகுது. ஆமாம். ലേഡി ഗോസ്റ്റ് നീലി, നല്ല പേര്. ഇനിയിപ്പോൾ വണ്ടികളെ തിരക്കാവും. ഇനി പണിക്കാരെ കൊണ്ട് പോകാൻ വണ്ടികളെല്ലാം ഇറങ്ങി വരാൻ തുടങ്ങും. ഇനി 1 മണിക്കൂർ ഇവിടെ പോകുന്നു എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. അവരുടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗണും ആയി. ഇതാ ബ്ലോക്കായി. അവിടെ നിന്ന് ഊരി ഇപ്പം ഈ മേളി വരെ ബ്ലോക്കാണ്. അങ്ങനെ നമ്മൾ ലോഡൊക്കെ ഇറക്കി നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. ഇനിയിപ്പം വണ്ടി കൊണ്ട് ഇടാൻ പോകണം. വണ്ടി കൊണ്ട് ഇട്ടിട്ട് ആ വഴി അച്ചമ്മച്ചിയെ കൊണ്ട് ആശുപത്രിയിലും പോകണം. ലോറിയും കൊണ്ടോ? ലോറിയും കൊണ്ട് അച്ചമ്മച്ചി ലോറിയിൽ ഇതുവരെ കയറിയിട്ടിരുന്നു എനിക്ക് തോന്നുന്നേ. ആന്റിയമ്മയുടെ കൂടെ പോയി ലോറിയെ കയറിയതല്ലേ ഉള്ളൂ. ടിപ്പറെ കൊണ്ടുപോയേക്കാം. ടിപ്പറെ നല്ല സുഖമാണെന്നാ പറഞ്ഞേ. വണ്ടി ചാട്ടം ചാടുമ്പോൾ മനസ്സിലാവില്ല. ഇത് മറ്റേ വണ്ടി എ സിക്കകത്തിരുന്ന് പോകുന്ന പോലെ ഒന്നും അല്ലല്ലോ. നല്ല ചൂട് പഠിച്ച് ചാടി പോകണ്ടേ. അമ്മ ഓടിക്കണം ഇന്ന് പോകുമ്പോഴേ. അച്ഛൻ എന്നോട് പറഞ്ഞ എന്നാന്നറിയോ, ഓട്ടോമാറ്റിക് വണ്ടി വാങ്ങിച്ചിട്ട് നീ ഓടിച്ചാൽ മതി. അത് കാറ്. അമ്മ ടിപ്പർ ഓടിക്ക്. ഓട്ടോമാറ്റിക് വാങ്ങിക്കട്ടെ എന്നിട്ട് ഓടിക്കാം. ടിപ്പർ ഓട്ടോമാറ്റിക് ഇല്ലല്ലോ. ഇതിന്റെ ക്ലച്ച് ഞാൻ എണീറ്റ് നിന്ന് ചവിട്ടേണ്ടി വരും. അത്ര ഒന്നും ഇല്ലായിരിക്കും. അമ്മ ഓടിക്കണേ. അപ്പൊ അമ്മേനെ കൊണ്ട് ഓടിപ്പിക്കാച്ചേ. അമ്മയാണോ അമ്മ ഓടിക്കുന്നേ? ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. അമ്മ ഇവിടെ ഇരുന്നോ? നീ എന്നെ പറ്റിക്കാൻ പറഞ്ഞു തരുന്നോ? എന്നാടാ നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലാത്തത്? വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാ. നീ അങ്ങും പോണ്ട. നീ ആ ലോക്കൊക്കെ അങ്ങ് താത്തിട്ടിട്ട് അവിടെ ഇരുന്നു. ഞാൻ ഇറങ്ങി പോവാ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യും. ഇതാ ഞാൻ പറഞ്ഞത്. എത്തുവേലാന്ന്. എനിക്ക് ഓടിക്കാൻ തരത്തില്ലേലും എനിക്ക് എത്തും. ഞാൻ ചുമ്മാ ഇരുന്ന് നോക്കുന്നതല്ലേ. അത്രല്ല. ഗിയർ മാറാൻ നീ എന്റെ കൂടെ ഇരിക്കണം. എടുത്തോ. അനങ്ങി തുടങ്ങി. പോട്ടെ. ഉടനെ നമ്മൾ അമ്മേനെ ഒരു ടിപ്പറയില് പോട്ടെ. പോ. നേരെയാക്ക്. അങ്ങനെ വിജയകരമായി നമ്മൾ എത്തിയിരിക്കുന്നു. നേരെയാക്ക്. അതേ പിടിക്കണം. ഇത് കൊള്ളാം. ഇതേ പിടിച്ചിട്ട് ഇങ്ങനെ അതേ പിടിക്കാം. കായ് പിടിക്കുന്നത് അതേ കയറുന്നതിനും പാടാ. ഇതേ കയറാം അല്ലേ? അതിനാണ് ചൂടെ താന്ന് ചവിട്ടുപടിയൊക്കെ ഉണ്ട്. മാമേ
ഇതിനകത്ത് 4-5 പേർക്ക് ഇരിക്കാമോ? പിന്നെ ഇതിനകത്തല്ലേ ഒരു ഫാമിലി ട്രിപ്പ് പോകാം. ടിപ്പറും കൊണ്ട് കോപ്പി വരുന്നുണ്ട് കേട്ടോ. അവനെ പോകുന്നതിന് എന്താ പറയുന്നത് അവനോട് വരുന്നോന്ന് ചോദിക്കാം. എന്നിട്ട് പുറകെ കയറിക്കോളാൻ പറയാം. വരുന്നില്ലെങ്കില് കഴിക്കാൻ പറയാം. കാപ്പിയൊക്കെ എടുത്ത് കുടിച്ച്. കഴിക്കാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പോയി കൊച്ചേ. എണ്ണി നോക്കുന്നുണ്ട് ആരൊക്കെ. ഞങ്ങളൊരു ട്രിപ്പ് പോവുക. നീ വരുന്നുണ്ടോ അതോ വീട്ടിൽ ഇരിക്കുകയാണോ? അതാ പറഞ്ഞേ. എണ്ണി നോക്കുന്നുണ്ടല്ലോ. വരുന്നോ? കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോ. ചോറ്റുപാത്രത്തിൽ കറി ഇരിപ്പുണ്ട്. ഞാൻ പോയി ഈ കുത്തു മേടിച്ചേച്ച് വരാം. അച്ഛമ്മച്ചി ആശുപത്രി കൊണ്ടുവന്ന ഞങ്ങള് ടിപ്പറിന്. നീ ഓർത്തില്ലേ എവിടെയോ ട്രിപ്പ് പോവാന്ന്? ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഒരു ഫാമിലി ട്രിപ്പാണോ? ടിപ്പറാലോ? ടൂർ പോകുമായിരിക്കും അല്ലേ? അതെ അതെ. സ്ഥിരമായിട്ട് ടിപ്പർ ഓടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? നല്ല രസമുണ്ടല്ലേ? ഇത്രയും പൊക്കത്തിരിക്കുമ്പോ നല്ല രസമാണ്. പൊക്കത്തിരിക്കുമ്പോ അല്ലേ? റോഡ് നല്ലപോലെ കാണാലോ. അത് ശരിയാ. കാറിനകത്താണെ കാണത്തില്ലല്ലോ അല്ലേ? അമ്മക്ക് ഇതുവഴി ഓടിക്കാൻ കൊടുത്താലോ? ഇതുവഴിയോ? വേണ്ട, ഇനി ഒരു ദിവസം നമുക്ക് കൊടുക്കാം. അമ്മ പറഞ്ഞു ഒരു 2 ദിവസമേ നല്ലപോലെ ഓടിക്കുവാണെങ്കിൽ ഓടിച്ചോളാന്ന് പറഞ്ഞു. ആണോ? 2 ദിവസം നല്ലപോലെ ഓടിക്കാൻ കൊടുത്താ നമുക്ക് 2 ദിവസം കൊടുത്തേക്കാന്ന്. നമ്മളൊന്ന് ഓടിച്ച് കാണിക്കുന്നല്ലേ. ഒരു മുന്നറിയിപ്പില്ല. എന്നാ വെയിലായിരുന്നല്ലേ? ഇപ്പൊ മഴ വന്നതാണ്. അതാ പറഞ്ഞു, ഒരു അറിയിപ്പില്ലാതെ പെട്ടെന്ന് വന്നല്ലോ. അച്ഛമ്മച്ചോട് വന്നോണ്ടാണ് തോന്നുന്നു മഴ പെയ്യുന്നത്. നല്ല ആൾക്കാരെ വണ്ടിയെ കയറണം, മഴ പെയ്യണമെങ്കിൽ. ഇങ്ങനെ പെയ്താൽ കുഴപ്പമില്ല. വൈകിട്ട് മഴയും പകല് വെയിലും ആണെ കുഴപ്പമില്ല. എന്നാ തണുപ്പല്ലോ കുഞ്ഞീന്ന്? അതെ, നല്ല തണുപ്പില്ലേ? എനിക്ക് തണുക്കുന്നില്ല. അതിനാ നീ ഇപ്പൊ പുഷപ്പെടുത്തോണ്ടാ നിനക്ക് തണുക്കാത്തത്. തണുപ്പുണ്ടോ? നല്ല തണുപ്പുണ്ട്. വെളിയിൽ നല്ല മഞ്ഞും തണുപ്പുണ്ട്. നമ്മള് ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നിട്ടേ കഞ്ഞി കുടിക്കാനുള്ള പരിപാടിയാ. അതെ. എന്നതാണെന്നറിയോ? ഇല്ല. ഇന്നൊരു സ്പെഷ്യൽ കറിയുണ്ട്. ഇത് എന്നതാണെന്നറിയോ? ഇത് നല്ല സൂപ്പർ മുളക് തോരന. അയ്യോ, നീ അത് പറഞ്ഞു തന്നെയായിരിക്കും. പച്ചമുളക് സവോളയും തേങ്ങായും കൂടെ ഇട്ട് തോരൻ വെച്ചതാ. നല്ല മുളക് തോരനും ബീട്രൂട്ട് മെഴുക്ക് വരട്ടിയും നല്ല തിരണ്ടി വറുത്തതും ചൂട് കഞ്ഞി. അപ്പൊ നമുക്ക് കഴിച്ചേക്കാം. എന്നാ പിന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.